ओम शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा।
पावन पुण्य सवेरा, से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे, दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, शांति, ओम शांति। ഓം ശാന്തി. ഇന്ന് ഞായറാഴ്ചയാണ്, അവ്യക്ത മുരളിയാണ്. ബാബയുടെ അവ്യക്ത മുരളി കേൾക്കാൻ, അതും പ്രത്യേകിച്ച് സൺഡേ അവ്യക്ത മുരളി കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കും. അപ്പോൾ അവ്യക്ത മുരളികളുടെ പ്രത്യേകത, അവ്യക്ത മുരളി ബാബ ഒരൊറ്റ പോയിൻ്റ് കേന്ദ്രീകരിച്ചായിരിക്കും പറയുന്നത്. അത് കൂടുതലും ധാരണാ സബ്ജക്റ്റായിരിക്കും. സാകാര മുരളികളിൽ 4 സബ്ജക്റ്റ് ഉണ്ടാവും: ജ്ഞാനം, യോഗം, ധാരണ, സേവ. ഈ 4 സബ്ജക്റ്റും ബാബ എല്ലാ മുരളിയിലും പറയും. പക്ഷേ അവ്യക്ത മുരളിയിൽ കൂടുതലും ധാരണ സബ്ജക്റ്റാണ് ബാബ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മുരളിയുടെ പ്രത്യേകത, ബാബ എപ്പോഴും ശബ്ദങ്ങളിൽ ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. ബ്രാഹ്മണൻ്റെ ശബ്ദങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളതായിരിക്കണം? അപ്പം സങ്കല്പങ്ങളിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാബ. നമ്മൾ ഓരോരുത്തരുടെയും പെരുമാറ്റം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? യോഗശക്തി എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മളുടെ വാചാശക്തി, നമ്മളുടെ ശബ്ദങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ മുരളി. അപ്പം നമുക്ക് അവ്യക്ത മുരളി സമ്പൂർണമായിട്ടും ആ ഉയർന്ന ഭാവനയോടെ കേട്ട് അത് ഉൾക്കൊണ്ട് ധാരണ ചെയ്യാം. അഥവാ അത് ശരിക്കും ഗ്രഹിച്ച് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ ധാരണയായിട്ട് മാറണം. അപ്പം ഇന്നത്തെ അവ്യക്ത മുരളിയുടെ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് 20/2/2022. അവ്യക്ത ബാപ്ദാദ. റിവൈസ് ഡേറ്റ് 14/1/1990. 1990 ബാബ പറഞ്ഞ അവ്യക്ത മുരളിയാണിത്.
നമുക്ക് 90കളിലേക്ക് പോകാം. ബാബ പറയുന്ന അതേ സമയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ബാബയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അവ്യക്ത മുരളി കേൾക്കുന്ന അനുഭവം ചെയ്യാം. पुरुषार्थ की तीव्र गति में कमी के 2 मुख्य कारण. പുരുഷാർത്ഥത്തിൻ്റെ തീവ്രഗതിയിൽ കുറവ് വരുന്നതിൻ്റെ 2 മുഖ്യ കാരണം. ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. പുരുഷാർത്ഥത്തിൻ്റെ, അതായത് നമ്മളുടെ പുരുഷാർത്ഥം തീവ്രഗതിയിൽ പോവാതെ, തീവ്ര വേഗതയിൽ പോകാത്തത് എന്തുകൊണ്ട്? അതിൻ്റെ മുഖ്യമായ 2 കാരണം. आज ब्राह्मणों के अनादि रचदा बाप दादा विशेष अपनी डायरेक्ट समीप रचना, श्रेष्ठ रचना ब्राह्मण बच्चों को देख रहे हैं. ഇന്ന് ബ്രാഹ്മണരുടെ അനാദി രചയിതാവായ ബാപ്ദാദ വിശേഷമായിട്ട് തൻ്റെ ഡയറക്റ്റ് സമീപരചന, ശ്രേഷ്ഠരചന ആയിട്ടുള്ള ബ്രാഹ്മണ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മണരുടെ അനാദി പിതാവ് ശിവബാബ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ ആത്മാക്കളുടെയും അനാദി സൃഷ്ടികർത്താവ് ശിവബാബയാണ്. അഥവാ ഇവിടെ ബാബ അനാദി രചയിതാവ് ബാപ്ദാദ എന്ന് പറയുകയാണ്. ആ ബാപ്ദാദയുടെ, അഥവാ സാക്ഷാൽ ഈശ്വരൻ്റെ വളരെ ഡയറക്റ്റായിട്ടുള്ള രചന, ഈശ്വരൻ നേരിട്ട് സൃഷ്ടിച്ചതാണ് ബ്രാഹ്മണരെ. അതുപോലെ സമീപരചന, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള രചന, അതുപോലെ തന്നെ ശ്രേഷ്ഠമായ രചന, അതാണ് ബ്രാഹ്മണർ. അങ്ങനെയുള്ള ബ്രാഹ്മണ കുട്ടികളെ ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാപ്ദാദ की आदि प्यारी रचना ब्राह्मण आत्माएं हो जो समीप और समान बनने के लक्ष्य को सदा स्मृति में रख आगे बढ़ रहे हैं. അപ്പോൾ ബാപ്ദാദയുടെ അതിപ്രിയപ്പെട്ടവരായ അങ്ങനെയുള്ള രചനകളായ ബ്രാഹ്മണ ആത്മാക്കൾ ആണ് നിങ്ങൾ. ആ നിങ്ങൾ ബാബയുടെ സമീപത്തെത്താനും സമീപസ്ഥരും സമാനരുമായി മാറാനുള്ള ലക്ഷ്യം സദാ സ്മൃതിയിൽ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. तो आज ऐसे आदि रचना को विशेष रूप से देख रहे थे. അതിനാൽ ഇന്ന് അങ്ങനെയുള്ള ആദിരചനയെ വിശേഷ രൂപത്തിൽ ബാബ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബാബയുടെ ആദിരചനയാണ്, ബാബയുടെ അനാദിരചനയാണ് ബ്രാഹ്മണർ. സർവ തീവ്ര പുരുഷാർത്ഥി और पुरुषार्थी दोनों की गतिविधि को देख रहे हैं. സർവ തീവ്ര പുരുഷാർത്ഥികളും അതുപോലെ പുരുഷാർത്ഥികളും. ബാബ നമ്മളെ 2 ഗ്രൂപ്പാക്കിയിരിക്കുകയാണ്. ഒന്ന് തീവ്ര പുരുഷാർത്ഥികളും അടുത്തത് പുരുഷാർത്ഥികളും. നമ്മൾ ഓരോരുത്തരും ഏത് ഗ്രൂപ്പിലാണെന്ന് ചെക്ക് ചെയ്യണേ. അങ്ങനെ 2 കൂട്ടരുടെയും ഗതിവിധി ബാബ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാപ്ദാദ ദ്വാര മിലി ഹുയി श्रेष्ठ सहज विधि द्वारा कब तीव्र गति, कब तीव्र, कब कम गति, दोनों ही प्रकार के ब्राह्मण बच्चों को देखा. ബാപ്ദാദയിലൂടെ ലഭിച്ച ശ്രേഷ്ഠമായ സഹജമായ വിധിയിലൂടെ പക്ഷേ ചില സമയത്ത് തീവ്രഗതി, ചില സമയത്ത് സാധാരണഗതി, ചില സമയത്ത് തീവ്രത കൂടുതൽ, ചില സമയത്ത് തീവ്രത കുറവ്. അതെന്താണ്? അപ്പോൾ അങ്ങനെ വേഗത കൂടുതലും അഥവാ തീവ്രത കൂടുതലും തീവ്രത കുറവുമായിട്ടുള്ള 2 പ്രകാരത്തിലുള്ള സന്താനങ്ങളെയാണ്, പുരുഷാർത്ഥി കുട്ടികളെയാണ് ബാബ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. പടായി പാലന പ്രാപ്തി सबको एक जैसी एक द्वारा मिल रहे हैं, फिर गति में अंदर क्यों? ബാബ നമുക്ക് തരുന്നത് 3 കാര്യങ്ങളാണ്. പഠിത്തം, പാലന, പ്രാപ്തി. പഠിത്തം, പാലന, പ്രാപ്തി. ഈ 3 കാര്യങ്ങൾ ബാബ എന്നും നമുക്ക് തരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും ഒരേപോലെ ഒരാളിലൂടെ നമുക്കെല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്താണ് ഈ ഗതിയിൽ, വേഗതയിൽ വ്യത്യാസം എന്താ? വേഗതയിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ്? തീവ്ര പുരുഷാർത്ഥി अर्थात फर्स्ट डिवीजन वाले और पुरुषार्थी अर्थात
സെക്കൻഡ് ഡിവിഷൻ में पास होने वाले. അപ്പം തീവ്ര പുരുഷാർത്ഥി അർത്ഥം ഫസ്റ്റ് ഡിവിഷനിൽ പോകുന്നവരാണ്. പുരുഷാർത്ഥി അർത്ഥം സെക്കൻഡ് ഡിവിഷനിൽ പാസ്സാകുന്നവരാണ്. അപ്പോൾ ബാബ അങ്ങനെ നമുക്ക് 2 ലക്ഷ്യം, അഥവാ ബാബ ഒറ്റ ലക്ഷ്യം തന്നിട്ടുള്ളൂ, പക്ഷേ കുട്ടികൾ 2 ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. വേഗത കുറഞ്ഞവരും വേഗത കൂടിയവരും, തീവ്രത കൂടിയവരും തീവ്രത കുറഞ്ഞവരും, അഥവാ ഫസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ. ആജ് വിശേഷ് സഭിക്ക ചാർട്ട് ചെക്ക് ചെയ്യുക. ഇന്ന് വിശേഷമായിട്ട് സർവരുടെയും ചാർട്ട് ബാബ പരിശോധിച്ചു. കാരൺ ബഹുത്ത് ഹേ ലേക്കിൻ വിശേഷ് 2 കാരൺ ഹേ. കാരണങ്ങൾ ഏറെയാണ്, എന്നാൽ വിശേഷമായിട്ട് 2 കാരണം ബാബ കണ്ടുപിടിച്ചു. चाहना सबकी फर्स्ट डिविഷൻ की है, സെക്കൻഡ് ഡിവിഷൻ में आना कोई नहीं चाहता. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഡിവിഷനിൽ പാസ്സാവണം എന്ന് തന്നെയാണ്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇത് തന്നെയാണ്. സെക്കൻഡ് ഡിവിഷനിലൊന്നും പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്നതേ ഇല്ല. ലേക്കിൻ ലക്ഷ്യ ഓർ ലക്ഷൻ ദോനോ മേ അന്തർ പട് ജാത്ത ഹെ. എന്നാൽ ലക്ഷ്യം ലക്ഷണം ഇത് രണ്ടിലും വ്യത്യാസം വരുന്നു. വിശേഷ 2 കാരൺ ക്യാ ദേക്കേ. അപ്പോൾ ബാബ 2 കാരണമല്ലേ പറയുന്നത്. അപ്പോൾ വിശേഷമായിട്ട് ഈ 2 കാരണങ്ങൾ ബാബ എന്താണ് കണ്ടത്? ഏക്ക്. അപ്പോൾ ഒന്നാമത്തെ കാരണം, എപ്പോഴും ബാബയുടെ കുട്ടികളുടെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാബയുടെ കുട്ടികൾ ബാബ പറയുന്നതൊക്കെ അനുസരിക്കാനൊക്കെ നോക്കും, പക്ഷെ തൻ്റെ ഉള്ളിലുള്ള പോരായ്മകളെക്കുറിച്ച് ഒരുപക്ഷെ ഒരുപാടൊന്നും അനലൈസ് ചെയ്ത് റിയലൈസ് ഒന്നും ചെയ്യേയില്ല. ഇനി മനസ്സിലാക്കിയാൽ തന്നെ ആ തെറ്റ് തിരുത്താനും അതിന് ഒരുപാട് സമയം നമുക്ക് വേണം. അപ്പോൾ ബാബ കുട്ടികളോട് അത് പലപ്പോഴും പറയുന്നുണ്ട്, തെറ്റ് മനസ്സിലാക്കി തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. വീണ്ടും വീണ്ടും നമ്മൾ ഒരു കാര്യങ്ങളും ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ 2 കാരണങ്ങൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, ബ്രാഹ്മണാത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന 2 പോരായ്മകൾ ഇന്ന് ബാബ വളരെയധികം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തരികയാണ്. ഏക്ക് संकल्प शक्ति जो सबसे श्रेष्ठ शक्ति है, उसको यथार्थ रीति स्वयं प्रति व सेवा प्रति समय प्रमाण कार्य में लगाने की यथार्थ रीति नहीं है. ഒന്നാമത്തെ കാരണമാണ്, നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് സങ്കല്പശക്തി. ഈ സങ്കല്പശക്തി ഏറ്റവും ശ്രേഷ്ഠമായ ശക്തിയാണ്. ആ ശക്തിയെ യഥാർത്ഥ രീതിയിൽ സ്വയം നമ്മളെ പ്രതിയും സേവനത്തെ പ്രതിയും സമയമനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കാനുള്ള യഥാർത്ഥ രീതി വന്നിട്ടില്ല. ദൂസരാ കാരൺ. അപ്പോൾ സങ്കല്പശക്തി ബാബ പറയുന്നത് നമ്മുടെ മനസ്സിലെ ആ ചിന്തകളുടെ ഒഴുക്ക്, നമ്മളുടെ സങ്കല്പങ്ങൾ എത്ര പവർഫുള്ളായിരിക്കണം, നമ്മുടെ സങ്കല്പങ്ങൾ എത്ര ശ്രേഷ്ഠമായിരിക്കണം, അത് നമ്മളെ പ്രതിയും മറ്റുള്ളവരെ പ്രതി, മീൻസ് സേവനത്തെ പ്രതി. ഇത് നമ്മൾ കാര്യത്തിൽ ഉപയോഗിക്കുന്ന യഥാർത്ഥ രീതിയില്ല. ഇതൊരു പോരായ്മ ബാബ കണ്ടുപിടിച്ചതാണ്. ദൂസരാ കാരൺ വാണി की शक्ति को यथार्थ रीति समर्थ रीति से कार्य में लगाने की कमी. അടുത്തതാണ് വാണിയുടെ ശക്തി. നമ്മളുടെ വാക്കുകളുടെ ശക്തിയെ യഥാർത്ഥ രീതിയിൽ സമർത്ഥമായ രീതിയിൽ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലുള്ള കുറവ്. അപ്പോൾ ഒന്ന് സങ്കല്പശക്തിയിലുള്ള കുറവ്, പിന്നൊന്ന് വാക്കുകളുടെ ശക്തി കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നതിലുള്ള കുറവ്. ഇനി ദോനോമേ കമിക്ക കാരൺ, ഈ 2 കാര്യത്തിലും കുറവ് വരാനുള്ള കാരണം ഒന്ന് ചിന്തിക്കൂ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഏതായിരിക്കും എന്താ കാരണം? ശരിക്കും പറയുകയാണെങ്കിൽ വലിയ വലിയ കാരണങ്ങളൊന്നുമില്ല. ബാബയുടെ കുട്ടികളൊക്കെ വളരെ പവർഫുള്ളാണ്, വളരെ ഉയർന്ന ലക്ഷ്യം വെച്ച്, അല്ലേ, എന്ത് ശ്രേഷ്ഠമായിട്ട് ജീവിക്കുന്നവരാണ് ബാബയുടെ കുട്ടികൾ. പക്ഷെ ഇവിടെ എന്താണ് കാരണം? അപ്പോൾ ബാബ പറയുന്ന കാരണം യൂസ് കെ ബജായ് ലൂസ്, യൂസിന് പകരം ലൂസ് ആവുന്നു. ഇതാണ് കാരണം. അതായത് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് തീർക്കുക, യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. ഈ സങ്കല്പശക്തിയും വാക്കുകളുടെ ശക്തിയും ഉപയോഗിക്കുന്നതിന് പകരം ചില സ്ഥലങ്ങളിൽ നമ്മൾ ലൂസാവുന്നു. ആ ലൂസാകുന്നത് ഒരുപക്ഷെ അശ്രദ്ധാലുക്കളാകും, ചിലപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആവില്ല. तो बाप दादा शब्दों में अंदर तोड़ा है, लेकिन परिणाम में बहुत अंदर पड़ जाता है.
അതായത് ഇപ്പോൾ ശബ്ദങ്ങളിലുള്ള വ്യത്യാസം യൂസ്, ലൂസ്. യൂസ് എന്നുള്ളത് എവിടെ കിടക്കുന്നു? എത്ര ഉയർന്ന ശബ്ദമാണ് യൂസ്. അതേസമയം ലൂസ് എന്നുള്ളത് എത്ര നെഗറ്റീവാണ്. അപ്പോൾ ബാബ പറയാണ് ശബ്ദത്തിൽ ഒരു പക്ഷേ വളരെ ചെറിയൊരു നേരിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ പരിണാമത്തിൽ എത്ര വലിയ വ്യത്യാസമാണ്. ബാപ്പ് ദാദാനെ സിർഫ് 3-4 दिन की റിസൾട്ട് देखी, ടോട്ടൽ റിസൾട്ട് നഹി देखी. ബാപ്പ് ദാദ വെറും 3-4 ദിവസത്തെ റിസൾട്ടേ കണ്ടുള്ളൂ. ഒരു ടോട്ടൽ റിസൾട്ട് ബാബ നോക്കിയിട്ടേ ഇല്ല. 3-4 ദിവസത്തെ റിസൾട്ടാണ് ബാബ ഇന്ന് വിളിച്ച് പറയാൻ പോണത്. ഹരേക്ക് 3-4 दिन की റിസൾട്ട് മേ ക്യാ ദേക്കാം. ഓരോരുത്തരുടെയും 3-4 ദിവസത്തിൻ്റെ റിസൾട്ട് എന്താണ് കണ്ടത്? 50% അർത്ഥാർത്ഥ് ആധാ. അപ്പോൾ ബാബ പറയാണ് 50% റിസൾട്ട്, പകുതിയാണ്. അതായത് संकल्प और भूल में दोनों शक्तियों के जमा का खाता 50% आत्माओं का और 40% और व्यर्थ व साधारण का खाता 60% का देखा. അപ്പോൾ അതായത് ഇപ്പോൾ ബാബ പറഞ്ഞു വരുന്നത് ഈ ഒന്ന് സങ്കല്പശക്തിയുടെ സേവിങ്സ്, ശേഖരണം, അതുപോലെ വാക്കുകളുടെ ശക്തിയുടെ ശേഖരണം, സേവിങ്സ്. ഇത് ബാബ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 50% യഥാർത്ഥത്തിൽ ആത്മാക്കളുടെ, 40% വ്യർത്ഥം അഥവാ സാധാരണ കണക്ക്. അത് ബാബ നോക്കുകയാണ്. ബാബ കണ്ടത് അതാണ്. തു സോജോ ജമ കിത്തന ഹുവ, അതായത് വ്യർത്ഥത്തിൻ്റെയും സാധാരണത്തിൻ്റെയും കണക്ക് നോക്കുമ്പോൾ 40% പോയിട്ട് ഈ വ്യർത്ഥത്തിൻ്റെയും സാധാരണത്വത്തിൻ്റെയും കണക്ക് 60% നോക്കുന്നത്. 60%. അപ്പോൾ ബാബ പറഞ്ഞു തരികയാണ്, ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്രത്തോളം ഇവിടെ ശേഖരിക്കപ്പെട്ടു. ജാദാ വജൻ കിസ്കാ ഹുവ, കൂടുതൽ ഭാരം ഏത് സൈഡിനാണ്? അതായത് ഇതിൽ ആത്മാക്കളുടെ, അതായത് ശരിക്കും നമ്മളുടെ യൂസ് ചെയ്തത് 40%, ലൂസ് ചെയ്തത് 60% എന്നാണ് ബാബ കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? എവിടെയാണ് എത്ര ശേഖരണം സംഭവിച്ചു? तो इसमें वाजा के कारण മനസ്സാ में प्रभाव पड़ता है. അപ്പോൾ ബാബ വേറൊരു പോയിന്റിലേക്ക് നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇതിൽ ബാബ പറഞ്ഞു വരുന്നത് ബാബയുടെ കുട്ടികളെല്ലാം തന്നെ വളരെ പവർഫുൾ പുരുഷാർത്ഥികളാണ്, വളരെ ശക്തിശാലികളാണ്, പുരുഷാർത്ഥികളാണ് എല്ലാവർക്കും പുരുഷാർത്ഥം എങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം, എന്തു ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ 50% പേരുടെ റിസൾട്ടാണിത്. 50% പേരുടെ റിസൾട്ടാണ് ഇത്. അതായത് 40% ഉണ്ട്, യൂസ് ഉണ്ട്, പക്ഷേ 60% സങ്കല്പശക്തിയും വാചാശക്തിയും വേസ്റ്റാക്കി കളയാണ്, ലൂസാക്കി കളയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇവിടെ ബാബ പറയാണ്, മനസ്സാ സങ്കല്പശക്തി നമ്മളെപ്പോഴും കൂടുതലായിട്ടും നന്നായിട്ട് കൊണ്ടുവരണമെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവാം. പക്ഷേ വാക്കുകളുടെ ശക്തിയുടെ മേലെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വാക്കുകളുടെ ശക്തിയുടെ പ്രഭാവം മനസ്സിൻ്റെ മേലെ വരുന്നു. മനസ്സാ വാചാക്കോ ബി അപ്നി തരഫ് ഖിഞ്ചത്തി ഹെ. യഥാർത്ഥത്തിൽ മനസ്സാ ശക്തി വാചാശക്തിയെ തന്നിലേക്കും ആകർഷിക്കും. പക്ഷേ വാക്കുകളുടെ പ്രഭാവം മനസ്സിൻ്റെ മേലെ ഉണ്ടാവും. ഇപ്പം ഞാൻ ദൃഢമായിട്ട് സങ്കല്പങ്ങൾ എടുത്താൽ അതെൻ്റെ വാക്കുകളെ സ്വാധീനിക്കും. പക്ഷേ വാക്കുകളുടെ ശക്തി മനസ്സിനെയും സ്വാധീനിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയത്ത് കണക്റ്റഡ് ആവാം. പക്ഷേ വാക്കുകളേക്കാൾ മനസ്സ് പവർഫുൾ ആണെങ്കിൽ അവിടെ പ്രശ്നം വരുന്നില്ല. तो इसमें आज बाप दादा वाणी अर्थात बोल की तरफ विशेष अटेंशन दिला रहे हैं. ഇന്ന് ബാപ്പ് ദാദ വാക്കുകളുടെ മേലെ വിശേഷമായിട്ട് അറ്റൻഷൻ ഉണർത്തി തരികയാണ്. क्योंकि बोल का संबंध अपने साथ भी है और सर्व के साथ भी है और देखा क्या. കാരണം
വാക്കുകളുടെ കണക്ഷൻ, വാക്കുകളുടെ ബന്ധം. വാക്കുകളുടെ ബന്ധം ഒന്ന് എനിക്ക് ഞാനുമായിട്ടുണ്ട്. എൻ്റെ മനസ്സിനെ എൻ്റെ വാക്കുകൾ സ്വാധീനിക്കുന്നു. അടുത്തത് വാക്കുകളുടെ ബന്ധം സർവറുടെ കൂടെയുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരം ഞാൻ മുന്നിലൊരാളില്ലാണ്ട് സംസാരിക്കില്ലല്ലോ. അപ്പം ഞാനത് മറ്റൊരാളിനോടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ വാക്കുകളുടെ ബന്ധം മറ്റു വ്യക്തികളുമായിട്ടും വരും. പക്ഷേ വാക്കുകളുടെ ബന്ധം നമ്മളെപ്പോഴും ഓർക്കണം, എൻ്റെ മനസ്സിനെയും സ്വാധീനിക്കും. और देखा क्या मनसा द्वारा याद में रहना है, इसके लिए फिर भी बीच बीच में प्रोग्राम रखते हैं. പിന്നെന്താണ് ബാബ കണ്ടത്? മനസ്സ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? മനസ്സിന് ബാബ ഏറ്റവും വലിയ വർക്കാണ് തന്നിരിക്കുന്നത്. എന്താണ്? സദാ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യും? യോഗത്തിൻ്റെ പ്രോഗ്രാം വയ്ക്കും. യോഗം പോരാന്ന് പറഞ്ഞ് കൂടുതൽ ബട്ടികൾ വയ്ക്കും. യോഗ ബട്ടികൾ നമ്മൾ സ്വയം ചെയ്യാറുണ്ട്. അതെല്ലാം ചെയ്യും. ലേക്കിൻ അതെന്താണ്? എന്നാൽ ബോൽ കെ ലിയെ അൽബലപ്പൻ ജ്യാദാ ഹേ. പക്ഷെ സംസാരത്തിൽ ശ്രദ്ധിക്കുന്നില്ല. സംസാരത്തിൽ അശ്രദ്ധാലുക്കളാണ്, കെയർലെസ്സാണ്. ഇസ്ലിയെ ബാപ്ദാദ ഇസ് പർ വിശേഷ അണ്ടർലൈൻ കരാറുണ്ട്. ഇന്ന് ബാപ്ദാദ ഈ ഒരു സംസാരിക്കുന്ന കാര്യത്തിൽ, വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇന്ന് സ്പെഷ്യൽ അണ്ടർലൈൻ ചെയ്യണം. 2 वर्ष पहले बाप दादा ने विशेष पुरुषार्थ में सेवा में आगे बढ़ने वाले महारथी आत्माओं को और सभी को 3 बातें बोल के लिए कही थी. कम बोलो, धीरे बोलो और मधुर बोलो. അപ്പോൾ ബാബ പറയാണ്, 2 വർഷം മുമ്പേ ബാപ്ദാദ വിശേഷ പുരുഷാർത്ഥത്തിൽ സേവയിൽ മുന്നോട്ട് പോകുന്ന മഹാരഥി ആത്മാക്കൾക്ക് വാക്കുകളുടെ കാര്യത്തിൽ, മഹാരഥി ആത്മാക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാബ വാക്കുകളുടെ കാര്യത്തിൽ ഒരു മഹാവാക്യം ഓർമ്മിപ്പിച്ചായിരുന്നു. അതേതാണ്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? കുറച്ച് സംസാരിക്കൂ, അതായത് മിതമായി സംസാരിക്കൂ, മൃദുവായി സംസാരിക്കൂ, വളരെ മധുരമായി സംസാരിക്കൂ. ഇത് അറിയാത്ത ഒരു ബ്രാഹ്മണൻ പോലും ഇല്ല. ഒരു കുട്ടി ബ്രാഹ്മണന് പോലും ഇതറിയാം. കാരണം മിക്കവാറും എല്ലാ സെൻറ്റേഴ്സിലും ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. ബാബ അതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെല്ലാവരുടെ ഉള്ളിലും കൊണ്ടു. അതങ്ങനെ എല്ലാവരും പബ്ലിക്കായിട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്വയവും സെൻറ്ററുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അറിയാത്തവരാരുമില്ല. കുറച്ച് സംസാരിക്കൂ, പതുക്കെ സംസാരിക്കൂ, മധുരമായി സംസാരിക്കൂ. അപ്പം ഇത് വളരെ നമുക്കെല്ലാം വളരെ സ്വാധീനം ചെലുത്തുന്ന, പ്രഭാവം ചെലുത്തുന്ന നല്ലൊരു വാക്യമാണ്. व्यर्थ बोलने की निशानी है वो ज़्यादा बोलेगा. मजबूरी से समय प्रमाण, संगठन प्रमाण अपने को कंट्रोल करेगा, लेकिन अंदर ऐसा महसूस करेगा जैसे कोई ने शांति में चुप रहने के लिए बांधा है. ഈ വ്യർത്ഥം സംസാരിക്കുന്നവരുടെ അടയാളം, വ്യർത്ഥം സംസാരിക്കുന്നവരുടെ അടയാളമാണ്. എന്തായിരിക്കും അടയാളം? അവർ കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവർ ചില സമയങ്ങളിലൊക്കെ അവരെ പിടിച്ച് കെട്ടിയിട്ടതുപോലെ അവർ മിണ്ടാതിരിക്കും. പക്ഷേ ആ സമയം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അപ്പം അവരിങ്ങനെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് അവരിയ്ക്കും. അത് കഴിഞ്ഞാൽ അവർ വീണ്ടും സംസാരം തുടങ്ങും. അങ്ങനെ വ്യർത്ഥ ബോൽ ബഡേത്തെ ബഡാ നുക്സാൻ ക്യാ കർത്താ ഹെ. വ്യർത്ഥമായ വാക്കുകൾ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കുന്നത് ഏതാണ്? ഏത് നഷ്ടം ഉണ്ടാക്കുന്നു? കൂടുതൽ സംസാരിച്ചാൽ എന്താണ് നഷ്ടപ്പെടുന്നത്? ഏക് തോ ശാരീരിക എനർജി സമാപ്ത് ഹോത്തി. ഒന്ന്, നമ്മളുടെ ശരീരത്തിൻ്റെ ശക്തി വേസ്റ്റാവും, ക്ഷീണിക്കും പെട്ടെന്ന് കൂടുതൽ സംസാരിക്കുന്നവർ. ക്യോങ്കി ഖർച്ച് ഹോത്താ ഹെ. കാരണം അവിടെ ചിലവാകുകയാണ്, എനർജി ചിലവാകുകയാണ്. ദൂസര സമയം വ്യർത്ഥ ജാത്താ ഹെ. സമയം വ്യർത്ഥമായി പോകുന്നു. വ്യർത്ഥ ബോൾനെ വാലേക്ക് ആദത്ത് ക്യാ ഹോഗി. വ്യർത്ഥം സംസാരിക്കുന്നവരുടെ ശീലം എന്തായിരിക്കും? അവരുടെ സ്വഭാവം എന്തായിരിക്കും? ഇതെല്ലാവർക്കും അറിയാവുന്ന, ഇത് ശരിക്കും വളരെ ഫേമസ് ആയൊരു മുരളിയാണിത്. ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവാം. കാരണം ഈ മുരളി വാക്കുകളുടെ മേലെ വളരെയധികം ബാബ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രഭാവം ഉണ്ടാക്കി തരുന്ന മുരളിയാണ്. അപ്പോൾ ഇവിടെ ബാബ പറയാണ്, വ്യർത്ഥം സംസാരിക്കുന്നവരുടെ ശീലം എന്തായിരിക്കും? വ്യർത്ഥം സംസാരിക്കുന്നവരുടെ ശീലം എന്തായിരിക്കും? അവർ തെറ്റാണെങ്കിൽ പോലും, വ്യർത്ഥമാണെങ്കിൽ പോലും അവരതിനെ നീട്ടി പരത്തിയൊക്കെ പറഞ്ഞ് അവർ വളരെ മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കളയും.
രസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കളയും. ചോട്ടി സി ബാത്തുക്കോ ബഹുത്ത് ലംബ ചൗടാക്കാരെ, കാര്യം ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അതിനവർ നീട്ടി വലിച്ച് വളരെ വലിയ കാര്യമാക്കി പറയും. तो बात करने का तरीका कदा माफिक होगा. അവർ പറയുന്ന രീതി ഉണ്ടല്ലോ, അവർ സംസാരിക്കുന്ന രീതി ഒരു കഥ പറയുന്ന പോലെയായിരിക്കും. അപ്പോൾ ആളുകൾക്ക് കേൾക്കാൻ സുഖിക്കും. ജैसे രാമായൺ മഹാഭാരത की കഥ ഇൻട്രസ്റ്റ് से सुनाते हो ना, രാമായണ മഹാഭാരത കഥ വളരെ താല്പര്യത്തോടു കൂടി കേൾപ്പിക്കാറില്ലേ. खुद भी रुचि से बोलेगा, दूसरे की भी रुचि पैदा कर लेगा, लेकिन റിസൾട്ട് क्या होती. അപ്പോൾ സ്വയം വളരെ രുചിയോടുകൂടി പറയും. കേൾക്കുന്നവരും അവർ നല്ലോണം കേൾക്കാൻ വേണ്ടി ഇവർ നല്ല രസിപ്പിക്കുന്ന രീതിയിൽ പറയും. എന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടി പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്? രാമായൺ മഹാഭാരതയ്ക്ക് റിസൾട്ട് ക്യാ ഹേ? അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഈ രാമായണത്തിൻ്റെ മഹാഭാരതത്തിൻ്റെ റിസൾട്ട് എന്താണ്? രാം വനവാസ് ഗയ, കൗരവോ और പാണ്ഡവോं की युद्ध हुई, കഹാനി ഐസ ദിക്കാത്തെ ഹേ. രാമായണത്തിൻ്റെ റിസൾട്ട് എന്താണ്? രാമൻ വനവാസത്തിന് പോയി. മഹാഭാരതത്തിൽ എന്താ പറയുന്നത്? കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടന്നു. കഥ അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. സാർ കുച്ചുബിനെഹി, അതിൽ സാരമേ ഇല്ല, ഒന്നുമില്ല. ലേക്കിൻ സാജ് ബഹുത്ത് രമണീകോത്ത്. പക്ഷെ കഥ, കഥയുടെ ആ താളം ഉണ്ടല്ലോ, അത് വളരെ രസിപ്പിക്കുന്നതാണ്, രമണീകമാണ്. അതുകൊണ്ട് ആ കഥകൾ ഇന്നും പ്രസിദ്ധമാണ്. तो इसको कहते हैं കഥ. പക്ഷെ അത് കഥയാണ്. സാരമില്ലാത്ത ഒരു കാര്യം, ജസ്റ്റ് കർണരസം, കേൾക്കാൻ വേണ്ടി, രസിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ വെറും ടൈം പാസ്സാണ്, സമയം അങ്ങ് തീരും. പക്ഷേ അത് കഥയാണ്. വ്യർത്ഥ ബോൾനെ വാലെ മായാ के प्रभाव के कारण वो कमजोर आत्मा है. വ്യർത്ഥം സംസാരിക്കുന്ന ആത്മാക്കൾ മായയുടെ പ്രഭാവം കാരണം അവർ ബലഹീനമായിരിക്കും, അവർ ദുർബലരായിരിക്കും. ഉനോക്കോ സുന്നെ ഓർ സുനാനെ മേ സാത്തി ബഹുത് ജൽത്തി മിൽത്തേ ഹേ. അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത് വെച്ചാൽ, ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ബ്രാഹ്മണരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീട്ടി വലിച്ച് പറയുമ്പം, ഇത്തിരി തമാശയായിട്ടൊക്കെ പറയുമ്പോൾ, ഇത്തിരി ആ പറയുന്ന രീതിയൊക്കെ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ച് ബ്രാഹ്മണ ആത്മാക്കൾ അധികം സംസാരിക്കാത്തവരായിരിക്കും. അപ്പം സംസാരിക്കുന്നവരെ കാണുമ്പോൾ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടും. എസി ആത്മാ ഏകാന്തപ്രിയ ഹോനൈ സക്ത. അങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്ന ഒരു ആത്മാവിന്, ബ്രാഹ്മണ ആത്മാവിൻ്റെ ഈ ഗുണം ഉണ്ടാവില്ല. എന്താണ് ബ്രാഹ്മണ ആത്മാവിൻ്റെ ഈ ഗുണം? അവരൊരിക്കലും ഏകാന്തപ്രിയമാവില്ല. इसलिए वो साथी बनाने में बहुत होशियार होगा. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമേ അല്ലായിരിക്കും. അതുകൊണ്ട് അവർ കൂട്ടുകാരെ ഉണ്ടാക്കുന്നതിൽ വളരെ സമർത്ഥരായിരിക്കും. കാര്യങ്ങളൊക്കെ പറയാൻ അവർക്ക് കുറേ ആൾക്കാർ വേണമല്ലോ, അതുകൊണ്ട് അവരെ കൂട്ടുകാരെ തയ്യാറാക്കും. बाहर से कभी कभी ऐसा दिखाई देता है कि इनों का संगठन पावरफुल और ज़्यादा लगता है. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ തോന്നും ഇവരുടെ കൂടെ കുറേ ആളുണ്ടല്ലോ, ഇവർക്ക് സംഘടിതമായ ശക്തിയുണ്ടല്ലോ എന്നൊക്കെ തോന്നും, ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ തോന്നും. ലേക്കിൻ ഏക്ക് ബാത്ത് സദാക്കിലെ യാദരിക്കൂ. എന്നാൽ ബാബ അത് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കാര്യം നിങ്ങൾ സദാകാലത്തേക്ക് ഓർമ്മ വയ്ക്കൂ. മായാക്കെ ജാനെ കാ അന്തിം ചരൺ ഹേ, इसलिए विदाई लेते लेते अपना तीर लगाती रहती है. इसलिए कभी कभी कहाँ कहाँ माया का प्रभाव अपना काम कर लेता है. നിങ്ങൾ സദാ ഈ കാര്യം ഓർമ്മിക്കണം. മായ അന്തിമമായിട്ട് വിട പറഞ്ഞു പോവുകയാണ്. മായയുടെ അന്തിമ നാളാണ്. അതിനാൽ വിട പറഞ്ഞ് മായ അവസാനത്തെ ഒരു അമ്പും കൂടെ കുറുക്കി അമ്പ് ചെയ്തിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് അത് ഓർമ്മിക്കണം. ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെയോ ഈ കാര്യങ്ങളിൽ മായയുടെ പ്രഭാവം ഉണ്ടാവാം. അങ്ങനെ ബാബയുടെ പൊന്നുമക്കളാണ്, ബാബ താലൊലിച്ച് വളർത്തുന്ന കുട്ടികളാണ്. അവരുടെ ഈ നിസ്സാരമായ ദുർബലത കാരണം മായ അവരെ പിടിക്കും. ആരാംസെ ജാനെ വാല നീ, മായ അങ്ങനെ റിലാക്സ്ഡായിട്ട് ഒന്നും ചെയ്യാതെയൊന്നും പോവില്ല. മായ നല്ല ഉഗ്രനായിട്ട് പ്രയോഗങ്ങൾ നടത്തിയിട്ടേ പോവൂ. लास्ट गड़ी तक डायरेक्ट नहीं तो इनडायरेक्ट, कड़वा रूप नहीं तो बहुत मीठा रूप और नया नया रूप धारण कर ब्राह्मणों की ट्रायल करती रहती है. ഈ മായ എന്ത് ചെയ്യും?
അവസാന നിമിഷം വരെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്, കടുത്ത രൂപത്തിലല്ലെങ്കിൽ വളരെ മധുര രൂപത്തിൽ, അതുപോലെ പുതിയ പുതിയ രൂപങ്ങൾ ധാരണ ചെയ്യും. എന്നിട്ട് ബ്രാഹ്മണരാണ് മായയുടെ ഇൻസ്ട്രുമെൻറ്റ്. ബാബയുടെ ഇൻസ്ട്രുമെൻറ്റും നമ്മൾ തന്നെയാണ്. പക്ഷെ മായയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രയൽ നോക്കേണ്ട ഇൻസ്ട്രുമെൻറ്റും നമ്മൾ തന്നെയാണ്. ഫിർ ബോലെ ബാലെ ബ്രാഹ്മൺ ക്യാ കേത്തെ. അപ്പം പിന്നെ നിഷ്കളങ്കരായ ബ്രാഹ്മണർ എന്തു പറയും? യേ തു ബാപ് ദാദാനെ സുനായ ഹി നഹീ താ, ഇസ് രൂപം മേ ബി മായ ആത്തി ഹേ. അപ്പം നിഷ്കളങ്കരായ ബ്രാഹ്മണർ ബാബയോട് പറയാണ്, ബാബ ഈ കാര്യമൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ, ഇങ്ങനെയും മായ വരുമോ, ഈ രൂപത്തിലും മായ വരുമോ? बालबेलापन के कारण अपने को चिक भी नहीं करते और सोचते कि बाप दादा तो कहते हैं माया आएगी, आधाक्षर याद रखती है माया आएगी, लेकिन माया जित बनना है ये भूल जाती हैं. അപ്പോൾ ആ ഉള്ളിൽ ഈ അലസതയും അശ്രദ്ധയും ഒക്കെ ഉള്ളതിനാൽ ബാബ പറഞ്ഞ കാര്യത്തിൻ്റെ പകുതിയാണ് ഓർമ്മ. എന്താണ്? ബാബ പറഞ്ഞിട്ടുണ്ട് മായ വരും, മായ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത പകുതി എന്താണ് ബാബ പറഞ്ഞിട്ടുള്ളത്? അത് മറക്കും. അത് കെയർലെസ്നെസ് കാരണമാണ് ഈ മറക്കുന്നത്. എന്താണ് അടുത്ത പകുതി? മായ ജീത്താവണം. മായ നിങ്ങളുടെ മുന്നിൽ വരും, പക്ഷെ നിങ്ങൾ മായാജീത്താകണം എന്നുള്ള ആ അടുത്ത പോയിൻ്റ് മറക്കുന്നു. ഓർ ബാത്ത് വ്യർത്ഥവ സാധാരണ ബോൽ കെ ഭിന്ന ഭിന്ന രൂപതയ്ക്ക്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യർത്ഥവും സാധാരണവുമായ ശബ്ദത്തിൻ്റെ ഭിന്ന ഭിന്ന രൂപമാണ് കണ്ടത്. വ്യർത്ഥവും സാധാരണവുമായ ശബ്ദങ്ങൾ, ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് അകത്ത് സൂക്ഷിക്കണം. ഏക്ക് സീമാ സെ ബാഹർ അർത്ഥാത് ലിമിറ്റ് സെ പരെ ഹസി മജാക്ക്. അപ്പോൾ എങ്ങനെയൊക്കെ വാക്കുകൾ നമ്മളിൽ നിന്ന് വേസ്റ്റായി പോകുന്നു എന്ന് ബാബ പറഞ്ഞു തരികയാണ്. ഒന്ന്, ആ ഒരു ലിമിറ്റിന് വെളിയിലായിട്ട് നമുക്ക് ബാബ ഒരു ബൗണ്ടറി തന്നിട്ടുണ്ട്. നമ്മളെല്ലാം ബ്രാഹ്മണാത്മാക്കളാണ്, ജ്ഞാനികളാണ്, യോഗികളാണ്, അല്ലേ? പക്ഷേ ആ ലിമിറ്റ് വിട്ടിട്ടുള്ള ഒരു തമാശ സംസാരം, അതൊരു പോയിൻ്റ്. ദൂസര ടോണ്ടിങ്, രണ്ടാമത്തത് കുത്തി കുത്തിയുള്ള സംസാരം, മറ്റുള്ളവരെ കുത്തി പറയുന്ന സംസ്കാരം, വാക്കുകൾ. തീസര, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മൂന്നാമത്തത് ഇതർ ഉദർ കെ സമാചാർ ഇക്കട്ടാക്കർ സുന്ന ഓർ സുനാന. അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു ജിജ്ഞാസ, എന്നിട്ട് അതൊക്കെ കളക്ട് ചെയ്ത് വെക്കും. അത് കേൾക്കും, കളക്ട് ചെയ്ത് വെക്കും, എന്നിട്ടത് മറ്റുള്ളവരെ തരം കിട്ടുമ്പോൾ കേൾപ്പിക്കും. ചൗഥ കുछ सेवा समाचार के साथ साथ सेवादारियों की समाचार, कमजोरी का चिंतन, ഈ മിക്സ് ചട്നി. നാലാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുന്നത് കൂട്ടം കൂട്ടായിരുന്നിട്ട് സേവനത്തിൻ്റെ വിശേഷങ്ങളായിരിക്കുവേ. പക്ഷേ സേവനത്തിൻ്റെ വിശേഷങ്ങൾ സംസാരിക്കുന്നതോടൊപ്പം സേവാദാരികളുടെ ബലഹീനതകളും അവിടെ ചർച്ചയിൽ വരും. അപ്പോൾ അതൊരു മിക്സ് ചട്നിയായി. സംസാരിച്ചത് ഇന്ന സേവ നടന്നു എന്നുള്ളതായിരിക്കും, പക്ഷേ അതിൻ്റെ കൂടെ സേവാദാരികളുടെ കുറ്റങ്ങളും കുറവുകളും സംസാരിക്കും. അഞ്ചാമത്തത് അയുക്തിയുക്ത ബോൽ. ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് യുക്തിയുക്ത വാക്കുകളാണ്, പക്ഷെ ഇവിടെ പറയുന്നത് അയുക്തിയുക്ത ശബ്ദങ്ങളാണ്. ജോ ബ്രാഹ്മണോ കി ഡിക്ഷണറി മേ ഹൈ ഹി നഹി. ബ്രാഹ്മണരുടെ ഡിക്ഷണറിയിൽ ആ അയുക്തിയുക്ത ശബ്ദങ്ങളില്ല. ഇതൊക്കെ ബാബയാണ് പഠിപ്പിച്ചു തരുന്നത്, ഈ ശബ്ദങ്ങൾ. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. കാരണം ഇത് നമുക്ക് മുരളി ഈ സമയത്ത് കിട്ടിയത് നമ്മളുടെ വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്കിനി പരിവർത്തനപ്പെടാൻ വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ മുരളി നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ട് നമുക്ക് വാക്കുകളുടെ മേലെ വലിയൊരു മാറ്റം വരുത്തണം. കാരണം നമ്മൾ ഏകാന്തപ്രിയരാവണം, നമ്മൾ അന്തർമുഖികളാകണം, സൈലൻസിൻ്റെ ശക്തിയുള്ളവരാകണം. അപ്പോൾ വാക്കുകളെ നിയന്ത്രിക്കാതെ അത് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ യുക്തിയുക്ത ശബ്ദങ്ങൾ ബ്രാഹ്മണരുടെ ഡിക്ഷണറിയിൽ ഇല്ല. ഈ 5 രൂപരേഖയും തെക്കി 5 കാര്യങ്ങളാണ് ബാബ പറഞ്ഞത്. 5 കാര്യങ്ങൾ. 1, ലിമിറ്റിന് വെളിയിലുള്ള തമാശ പറയൽ. 2,
മറ്റുള്ളവരെ കുത്തി കുത്തി സംസാരിക്കുന്നത്. 3, അവിടെ ഇവിടെയുള്ള വിശേഷങ്ങൾ ഒന്നിച്ച് ചേർത്ത് വയ്ക്കുക കേട്ടിട്ട്, എന്നിട്ടത് മറ്റുള്ളവരെ കേൾപ്പിക്കുക. 4, നമ്മൾ പറയുന്നത് സേവാവിശേഷമായിരിക്കും, പക്ഷെ അതോടൊപ്പം തന്നെ സേവാധാരികളുടെ കുറ്റങ്ങളും കുറവുകളും പറയും. 5, ആ യുക്തിയുക്ത സംസാരം, വാക്കുകൾ. അതായത് നമ്മൾ യുക്തിയുക്തമായിട്ട് സംസാരിച്ചാൽ പോരെ, ആവശ്യത്തിന് സംസാരിച്ചാൽ പോരെ. യുക്തിക്ക് നിരക്കാത്തത് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഈ 5 കാര്യങ്ങൾ ബാബ കണ്ടു. ഇനി 5 കോഹി ബാപ്ദാദ വ്യർത്ഥ ബോൽമേ ഗിൻതി കത്തി. ഈ 5 രീതിയിൽ ഉള്ള സംസാരത്തിനെ ബാബ വ്യർത്ഥത്തിൻ്റെ കണക്കിലാണ് കൂട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം ഇതിലേതാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്നും. ऐसा नहीं समझो हंसी मजाक अच्छी चीज़ से। हंसी मजाक अच्छा वो है जिसमें रूहानियत हो और जिससे हंसी मजाक करते हो उस आत्मा का फ़ायदा हुआ, ടൈം പാസ് हुआ या ടൈം വേസ്റ്റ് गया. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കേണ്ട, നല്ല ജോളിയായിട്ടിരിക്കുന്നതും തമാശ പറയുന്നതൊക്കെ നല്ലൊരു ഗുണമല്ലേ എന്നൊരിക്കലും വിചാരിക്കേണ്ട. അല്ല, അത് നല്ല ഗുണമല്ല. അഥവാ കളിയും ചിരിയും തമാശയും പറയുന്നുവെങ്കിൽ അതിൽ ആത്മീയത ഉണ്ടായിരിക്കണം. അതതിൻ്റെ വിധിയാണ്. പിന്നെ അത് നമ്മൾ ആരോട് പറയുന്നോ ആ ആത്മാവിന് ഉപയോഗപ്പെടണം. ചിലപ്പോൾ അങ്ങനെയല്ലേ, ചില ആത്മാക്കൾ ദുഃഖിച്ചിരിക്കുമ്പോൾ, അവർ വളരെ ഡിപ്രഷനിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ 2 തമാശ പറയാം. പക്ഷെ ആ തമാശയിൽ ആത്മീയത വേണം. അത് ബാബയ്ക്ക് വളരെ നിർബന്ധമാണ്. പിന്നെ ആ നമ്മൾ ആരോടാണോ തമാശ പറഞ്ഞത് അവർക്കതിൽ നിന്ന് ലാഭം ഉണ്ടായോ, നമ്മുടെ സമയം സഫലമായോ അതോ സമയം വേസ്റ്റായോ, അത് നോക്കണം. രമണീകതക്ക ഗുണ അച്ഛാ മാനാജാത്തെ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആത്മാക്കൾ വളരെ ഡ്രൈ ആയിരിക്കും, വളരെ റിസർവ്ഡ് ആയിരിക്കും, അവരൊന്നും സംസാരിക്കുകയില്ല, കാര്യം സംസാരിക്കും പിന്നെ സംസാരിക്കില്ല. അങ്ങനെയുള്ളവരെക്കാളും വളരെ മറ്റുള്ളവരെ രസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവിടെയാണ് ഈ പോരായ്മകൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് രമണീകത എന്ന ഗുണം എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും നല്ല സന്തോഷമായിട്ട് ഇടപെടുന്ന ഗുണം. പക്ഷെ ആ സന്തോഷത്തിൽ എന്ത് വേണമെന്നാണ് ബാബ പറയുന്നത്? ആത്മീയത വേണം. അപ്പോൾ ബാബ പറയാണ് രമണീകത എന്ന ഗുണം നല്ല ഗുണം തന്നെയാണ്. എന്നാൽ ആ രമണീകത എന്ന ഗുണം എവിടെയൊക്കെയാണ് യോജിക്കുക? എല്ലാത്തിനും ഒരു സന്ദർഭമൊക്കെ വേണ്ടേ? അപ്പോൾ വ്യക്തി, സമയം, സംഘടന, സ്ഥാനം, വായുമണ്ഡലം, ഇതനുസരിച്ച് രമണീകത എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചില സ്ഥാനങ്ങളിൽ നമ്മൾ തമാശ പറയുന്നത് നല്ലതല്ല, വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ വ്യക്തിയെ നോക്കി തമാശ പറയണം. സമയം, സംഘടന, സ്ഥാനം, വായുമണ്ഡലം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം അങ്ങനെ ജോളിയാവാൻ, തമാശയായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ. अगर इन सब बातों में से एक बात भी ठीक नहीं तो രമണീകത भी व्यर्थ की लाइन में गिनी जाएगी. ഇപ്പോൾ ഇവിടെ 5 കാര്യങ്ങൾ പറഞ്ഞു. 5 ഈ 5 കാര്യങ്ങളിൽ അനുയോജ്യമായിട്ട് സംസാരിച്ചില്ല എങ്കിൽ ആ രമണീകതയും ആ തമാശയും വ്യർത്ഥമായിട്ട് കണക്കാക്കും. എന്നിട്ട് അവസാനം അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും എന്നറിയാമോ? സർട്ടിഫിക്കറ്റ് ക്യാ മിലേഗ? ഹസാത്തെ ബഹുത്ത് അച്ഛാ ഹേ ലേക്കിൻ ബോൾത്തെ ബഹുത്ത് ഹേ. ഇവരെല്ലാവരും പറഞ്ഞ് ചിരിപ്പിക്കുന്നൊക്കെ ഉണ്ട്, അത് ശരി തന്നെ, പക്ഷേ ഓവറായിട്ട് സംസാരിക്കുന്നുമുണ്ട് എന്നും പറയും. തോ മിക്സ് ചട്നി ഹോഗീന, അപ്പോൾ അത് മിക്സ് ചട്നി അല്ലേ, കുറച്ച് മസാല മിക്സ് ചെയ്ത ചട്നിയാണ്. തോ സമയ്ക്ക് സീമ രഖോ. അതുകൊണ്ട് ഏത് കാര്യം സംസാരിക്കാൻ ഒരു ടൈം ലിമിറ്റും കൂടെ നമ്മൾ വെക്കണം. സാധാരണ ഇങ്ങനെ പറയല്ലോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറയും. അതുപോലെ ഇവിടെ ടൈം കീപ്പ് ചെയ്യണം. ഓവറായിട്ട് നമ്മളുടെ സമയവും കളയരുത്, മറ്റുള്ളവരുടെ സമയവും കളയരുത്. ഇസ്കോ കഹാ ജാത്താ ഹേ മര്യാദ പുരുഷോത്തം. ഇങ്ങനെയുള്ള വാക്കുകളുടെ മര്യാദ പാലിക്കുന്നവരെ മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കാം. ഒരൊറ്റ വാക്കിൻ്റെ കാര്യം മാത്രമാണ് ബാബ പറയുന്നത്. എത്ര ശ്രേഷ്ഠമായ കാര്യം. कहते हैं मेरा स्वभाव ही ऐसा है. ये कौन सा स्वभाव है? അപ്പോൾ ചില കുട്ടികൾ പറയും, ഓവറായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ പറയാണ്, ഇതെൻ്റെ സ്വഭാവമായിപ്പോയി.
അപ്പോൾ ബാബ ചോദിക്കുക, ഇത് ആരുടെ സ്വഭാവമാണ്? ഇത് ഏത് സ്വഭാവം? ഈ ബാപ്ദാദാക്ക സ്വഭാവം ഹേ, ഇത് ബാപ്ദാദയുടെ സ്വഭാവമാണ്. तो इसको भी മര്യാദ പുരുഷോത്തം നഹി കഹെങ്കെ, സാധാരണ പുരുഷ കഹെങ്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സംസാര രീതിയെ സാധാരണ പുരുഷനെ പറയും. ഇങ്ങനെ സംസാരിക്കുന്നവരെ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയില്ല. बोल सदैव ऐसे हो जो सुनने वाले छात्रक हो कि वो कुछ बोले हम सुने. എപ്പോഴും സംസാരിക്കുന്ന രീതി അങ്ങനെയുള്ളതായിരിക്കണം. കേൾക്കുന്നവർക്ക് തോന്നണം എനിക്ക് കേട്ടുകൊണ്ടേയിരിക്കണം. അതായത് ഇവരുടെ വായിൽ നിന്നൊരു വാക്ക് വീണെങ്കിൽ എങ്കിൽ എനിക്ക് കേൾക്കാമായിരുന്നു. നമ്മൾ സംസാരിക്കാൻ ആളുകൾ ആഗ്രഹിച്ചിരിക്കണം. വലിയ വലിയ സന്യാസിമാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കാത്തിരിക്കും, ഇവരെപ്പോഴാണോ എന്തോന്ന് സംസാരിക്കുന്നത് എന്ന്. പണ്ടൊരിക്കൽ കബീർദാസ് പാടുന്നത് കേട്ടിട്ട് ഒരു രാജാവ് പിന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ആ പാട്ട് കേട്ടങ്ങ് രാജാവ് അങ്ങിരുന്നു, അനക്കമറ്റിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, അപ്പോൾ താങ്കളെ പഠിപ്പിച്ച താങ്കളുടെ ഗുരുനാഥൻ എത്ര വലിയ ഗായകനായിരിക്കും, എനിക്ക് അദ്ദേഹത്തിനെ കാണണം. അപ്പോൾ ശരി, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് താങ്കളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം നല്ല ഗായകൻ തന്നെ, നന്നായിട്ട് പാടും. പക്ഷേ അദ്ദേഹം എപ്പോഴും പാടില്ല. അദ്ദേഹം എപ്പോഴും പാടുന്നു എന്നുള്ളത് പാട്ട് കേൾക്കേണ്ടവർ കാത്തിരിക്കണം. അങ്ങനെ ഈ രാജാവ് അവിടെ കാത്തിരുന്നു. പാതിരാത്രി ആയപ്പോഴാണ് ഈ ഗായകൻ അഥവാ ആ ഗുരുനാഥൻ പാടുന്നത്. ആ പാട്ട് കേട്ടതും ഒരുപാട് അതീന്ദ്രിയമായ ഒരു ഉയർന്ന അവസ്ഥയിലേക്കങ്ങ് ആ പ്രകൃതി പോലും ആണ്ടുപോയി എന്നാണ് പറയുന്നത് രാജാവും. പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങളുടെ ഗുരുനാഥൻ്റെ പാട്ട് എത്രയോ ശ്രേഷ്ഠം, അതിൻ്റെ അടുത്ത് പോലും നിങ്ങൾ വരില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ അന്ന് പാടിയത് അത് താങ്കൾക്ക് വേണ്ടിയാണ്, മഹാരാജാവിന് വേണ്ടിയാണ്. പക്ഷേ എൻ്റെ ഗുരുനാഥൻ പാടിയത് ഈശ്വരന് വേണ്ടിയാണ്. അതാണ് രണ്ടിലുള്ള വ്യത്യാസം. അപ്പോൾ അതുപോലെ നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ അങ്ങ് എല്ലാത്തിലും ചാടിക്കയറി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ടാവും. മാത്രമല്ല, ശിവബാബയ്ക്ക് വേണ്ടി വേണം നമ്മൾ സംസാരിക്കാൻ, ശിവബാബയുടെ പ്രതിനിധിയായിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. तो बोल सदैव ऐसे हो, इसको कहा जाता है अनमोल महावाक्य. ആളുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ശബ്ദങ്ങളായിരിക്കണം നമ്മളുടെ. അപ്പോൾ അതിനെ പറയാം അമൂല്യ മഹാവാക്യം. മഹാവാക്യം ജാഥ നെയ്യ് ഒത്തേ, മഹാവാക്യം ഒരിക്കലും കൂടുതലുണ്ടാവില്ല. ജബ് ചാഹേ തബ് ബോൾത്താ രഹേ, ഇസ്കോ മഹാവാക്യം നെഹി കഹെങ്കെ. വാക്കുകൾ ഒരു നിയന്ത്രണമില്ലാതെ എപ്പോഴും വേണമെങ്കിലും ഇങ്ങനെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കും, അതിനെ മഹാവാക്യം എന്ന് പറയില്ല. तो सदगुरु के बच्चे മാസ്റ്റർ സദ്ഗുരു കെ മഹാവാക്യ ഹോത്തേ ഹേ, വാക്യ നഹി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആരാണ്? സദ്ഗുരുവിൻ്റെ മക്കളാണ്. സദ്ഗുരുവിൻ്റെ വാക്യങ്ങളല്ല, എപ്പോഴും മഹാവാക്യങ്ങളായിരിക്കും. അത് ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും വെറും വാക്യം പറയാൻ പാടില്ല, മഹാവാക്യമേ പറയാവൂ. व्यर्थ बोलने वाला अपनी बुद्धि में व्यर्थ बातें, व्यर्थ समाचार, चारों ओर का कूड़ा किचड़ा जरूर इकट्ठा करेगा, क्योंकि अपनी कथा का रमणीय रूप देना पड़ेगा. വ്യർത്ഥം സംസാരിക്കുന്നവർ തൻ്റെ ബുദ്ധിയിൽ ഒരുപാട് വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വയ്ക്കും. വ്യർത്ഥമായ ന്യൂസ്, വ്യർത്ഥമായ വിശേഷങ്ങൾ, അവിടത്തെ ഇവിടത്തെ നാനാഭാഗത്തെയും വേസ്റ്റ് എല്ലാം കുന്നുകൂട്ടി ചേർത്ത് വയ്ക്കും. കാരണം എന്താണ്? അവർക്കൊരു കാര്യം പറയുമ്പോൾ അവരുടെ കഥയെ അവർക്ക് വളരെ രസകരമായിട്ട് പറയണ്ടേ, മറ്റുള്ളവരെ കേൾപ്പിക്കുമ്പോൾ മസാല ചേർത്ത് പറയണ്ടേ. അതുകൊണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് വ്യർത്ഥ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ജैसे शास्त्रवादियों की बुद्धि है ना, इसलिए जिस समय जिस स्थान पर जो बोल आवश्यक है, युक्तियुक्त है, स्वयं के और दूसरी आत्माओं के लाभदायक है, वही बोल बोलो. അപ്പോൾ ഈ ശാസ്ത്രവാദികൾ അങ്ങനെയാണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം നീട്ടി വലിച്ച് എഴുതി വെച്ചതും അവരുടെ പ്രഭാഷണങ്ങളൊക്കെ അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ശാസ്ത്രവാദികളുടെ ബുദ്ധി അങ്ങനെയാണ്. അതേപോലെയാണ് ഇവിടെ ചില കുട്ടികളുടെ ബുദ്ധി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? ഏത് സമയത്ത്, ഏത് സ്ഥാനത്ത്,
ഏത് വാക്കുകൾ ആവശ്യമുണ്ടോ അത് യുക്തിയുക്തമായിരിക്കണം, അത് തനിക്കും മറ്റുള്ള ആത്മാക്കൾക്കും ലാഭദായകമായിരിക്കണം. അങ്ങനത്തെ ശബ്ദങ്ങളെ സംസാരിക്കാവൂ എന്ന് ബാബ വളരെ വ്യക്തമാക്കി തരികയാണ്. ബോൽ കെ ഊപ്പർ അറ്റൻഷൻ കം ഹേ, ഇസ്ലിയേ ഇസ് पर ഡബിൾ അണ്ടർലൈൻ. വാക്കുകളുടെ മേലെ നിങ്ങൾക്ക് ശ്രദ്ധ കുറവാണ്. അതുകൊണ്ട് ബാബയാകുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സദ്ഗുരു നമ്മളെ ഈ കാര്യം സ്പെഷ്യലായിട്ട് ഇന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇതിൽ ഡബിൾ അണ്ടർലൈൻ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ശിവരാത്രി വരെയും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇത് ധാരണ ചെയ്യാം. വിശേഷ് ഇസ് വർഷ ബോൽക്ക് ഊപ്പർ അറ്റൻഷൻ വെക്കും. ബാബ പറയുന്നത് ഈ വർഷം മുഴുവനും, ഇതിപ്പോൾ ഫെബ്രുവരി മാസമല്ലേ ആയുള്ളൂ, ഈ വർഷം മുഴുവനും നിങ്ങൾ വാക്കുകളുടെ മേലെ ശ്രദ്ധ വയ്ക്കൂ. ചെക്ക് കരോ ബോൽ ദ്വാര എനർജി ഓർ സമയ കിത്തന ജമാ കിയ കിത്തന വ്യർത്ഥ കിയ. നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് വാക്കിലൂടെ എത്ര എനർജി സമ്പാദിച്ചു, അല്ലെങ്കിൽ എത്ര വ്യർത്ഥമാക്കി കളഞ്ഞു, എത്ര സമയം സമ്പാദിച്ചു, എത്ര വ്യർത്ഥമാക്കി കളഞ്ഞു. ജബ് ഇസ്കോ ചെക്ക് കരെങ്കെ തോ സ്വതഹി അന്തർമുഖതാക്കി രസുക്കോ അനുഭവ കർ സക്കെങ്കെ. വാക്കുകൾ കുറഞ്ഞാലുണ്ടല്ലോ, വാക്കുകളുടെ മേലെ നിങ്ങളുടെ ചെക്കിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അന്തർമുഖതയുടെ അനുഭവം ഉണ്ടാവും എന്നാണ് ബാബ പറയുന്നത്. അന്തർമുഖതയുടെ ആ രസം നാച്ചുറലായിട്ട് അനുഭവിക്കാൻ കഴിയും. अंतर्मुखता का रस और बोलचाल का रस, इसमें रात दिन का अंतर है. അന്തർമുഖതയുടെ രസവും നമ്മളുടെ വാക്കുകളുടെ സംസാര രീതിയുടെ രസവും രാത്രിയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. അന്തർമുഖി സദാ ബുർഗുഡുക്കി കുടിയാമേ തപസ്വി മൂർത്തി കാ അനുഭവ കർത്താ ഹെ. അന്തർമുഖി സദാ ഈ ഭൃഗുടിയാകുന്ന കുടിലിൽ ഇരുന്ന് തപസ് ചെയ്യുന്നതിൻ്റെ അനുഭവമായിരിക്കും ചെയ്യുന്നത് എപ്പോഴും. സദാ സംജാൻ സമജ്ന അർത്ഥാർത്ഥ് ബന്ന, മനസ്സിലാക്കുക അർത്ഥം ആയിത്തീരുക എന്നാണ്. ജബ് കോയി ബാത്ത് സമജ് മേ ആ ജാത്തി ഹേ തോ വോ കരേഗ ജരൂർ സംജേഗ ജരൂർ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലായിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യും. പക്ഷെ മനസ്സിലാക്കണം. ടീച്ചേഴ്സ് തോ ഹൈഹി സമജ്ദാർ തബ് തോ ഭാഗ്യമിലാഹേന. ടീച്ചേഴ്സ് എന്ന് വെച്ചാലേ അവർ വളരെ ബുദ്ധിശാലികളാണ്, ജ്ഞാനികളാണ്. അതുകൊണ്ടാണല്ലോ ഭാഗ്യം കിട്ടിയത്. നിമിത്ത ബന്നേക്ക ഭാഗ്യം, നിമിത്തമാകാനുള്ള ഭാഗ്യം അത് ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഇസ്ക മഹത്വ കഭി കഭി സാധാരണ ലഗ്താ ഹെ, ലേക്കിൻ ഈ ഭാഗ്യ സമയ പർ അതിശ്രേഷ്ഠ അനുഭവം കരെങ്കെ. എന്നാൽ ഈ ഭാഗ്യം തക്ക സമയം വരുമ്പോൾ അതിശ്രേഷ്ഠമാണെന്ന് അനുഭവിക്കും. നിസാരമല്ല ബാബയുടെ നിമിത്ത ടീച്ചറായിട്ട് മാറുക എന്ന് പറയുന്നത്. കിസ്നെ നിമിത്ത ബനായ, കിസ്നെ മുझे ആത്മാ കോ ये इस योग्य चुना, इस स्मृति ही स्वतः ही श्रेष्ठ बना देती है. ആരാണ് നമ്മളെ നിമിത്തമാക്കി മാറ്റിയത്? ഞാനെന്ന ആത്മാവിനെ ആരാണ് ഇത്ര യോഗ്യമാണെന്ന് കണ്ട് സെലക്ട് ചെയ്തത്? ഈ സ്മൃതി നമ്മളെ സ്വതവേ ശ്രേഷ്ഠമാക്കി മാറ്റും. ബനാനെ വാല കോൺ, നമ്മളങ്ങനെ ആക്കി മാറ്റുന്നത് ആരാണ്? അഗർ ഇസ് സ്മൃതി മേ രഹോ തോ ബഹുത് സഹജ നിരന്തർ യോഗി ബൻ ജായെങ്കെ. ഈ സ്മൃതിയിലിരുന്നാൽ നിരന്തരമായിട്ട് വളരെ സഹജമായ യോഗിയായിട്ട് മാറാം. എപ്പോഴും ഓർമ്മ വേണം, എന്നെ ഇതേപോലെ ആക്കി മാറ്റിയതാര്, എന്നെ നിമിത്തമാക്കി മാറ്റിയതാര്, എന്നെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നതാര്, എന്നെ യോഗ്യമാക്കി മാറ്റുന്നതാര്, ഇതെപ്പോഴും ഓർമ്മ വേണം. സദാ ദിൽമേ ബനാനെ വാലേ ബാപ് കെ ഗുണോ കാ ഗീത് ഗാത്തെ രഹോ തോ നിരന്തർ യോഗി ഹോ ജായെങ്കെ. സദാ ഹൃദയത്തിൽ നമ്മൾ അങ്ങനെയാക്കി മാറ്റുന്ന ബാബയുടെ ഗുണങ്ങളുടെ ഗീതം പാടിക്കൊണ്ടിരിക്കൂ എങ്കിൽ നിരന്തര യോഗിയാവാം. എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ബാബയാണ് എന്നെ ഇങ്ങനെയാക്കി മാറ്റിയത്. അപ്പോൾ ബാബയുടെ ഗുണങ്ങളുടെ ഗീതം പാടിക്കൊണ്ടിരിക്കുക. യ കംബാത്ത് നെഹി, ഇത് നിസ്സാര കാര്യമല്ല. നമ്മളെ ബാബ സെലക്ട് ചെയ്തു. സാരേ വിശ്വക്ക് കോട്ടോം കി കോട്ട് ആത്മാവും മെസ്സേ കിത്തനെ നിമിത്ത ടീച്ചേഴ്സ് ബനി ഹോ. ഈ മുഴുവൻ ലോകത്തിലും നോക്കുകയാണെങ്കിൽ കോടിയിലും ചിലർ അതിലും ചിലർ എത്ര പേര് നിമിത്ത ടീച്ചേഴ്സ് ആയിട്ടുണ്ട്. ബ്രാഹ്മണ പരിവാർ മേ ബി ടീച്ചേഴ്സ് കിത്തന ഹേ. ബ്രാഹ്മണ പരിവാരത്തിൽ തന്നെ ടീച്ചേഴ്സ് എത്ര പേരുണ്ട്?
तो कोई में भी कोई हो गए ना. അപ്പം ടീച്ചേഴ്സ് കോടിയിലും ചിലർ അതിലും ചിലരായില്ലേ. ടീച്ചർ അർത്ഥാർത്ഥ് സദാ ഭഗവാൻ और भाग्य के गीत गाती रहे. ടീച്ചർ അർത്ഥം ഭഗവാൻ ഭാഗ്യം. ഈ ഗീതം പാടിക്കൊണ്ടിരിക്കണം. बाप दादा को टीचर्स पर नाज होता है, लेकिन रासयुक्त टीचर्स पर नाज होता है. ബാപ്പ് ദാദയ്ക്ക് ടീച്ചേഴ്സിൻ്റെ മേലെ വളരെ അഭിമാനമാണ്. എന്നാൽ വളരെ രഹസ്യയുക്തമായി മുന്നോട്ട് പോകുന്ന ടീച്ചേഴ്സിൻ്റെ മേലെയാണ് അഭിമാനം. അച്ഛാ, ഇനി അടുത്തത് ബാബ ചോദിക്കുകയാണ്, പ്രവൃത്തി. കുടുംബത്തിലിരിക്കുന്നവർ നല്ല സന്തോഷമായിട്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് ഇടയ്ക്ക് ആശയക്കുഴപ്പമൊന്നും വരുന്നില്ലല്ലോ? എപ്പോഴും നല്ല ആനന്ദമായിട്ടിരിക്കുകയല്ലേ? ബ്രാഹ്മണ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ശരീരം, മനസ്സ്, ധനം, ജനം, ഈ 4 കാര്യങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെടണമല്ലോ. പക്ഷേ ഈ 4 കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോഴും, അതായത് ശരീരം, മനസ്സ്, ധനം, ജനം, നമുക്ക് എപ്പോഴും സന്തോഷം തന്നെ സന്തോഷം. വളരെ റിലാക്സ്ഡായിട്ട് നല്ല സുഖമായിട്ടല്ലേ ഉറങ്ങുന്നത്, സുഖമായിട്ടല്ലേ ആഹാരം കഴിക്കുന്നത്, അല്ലേ? വളരെ സുഖത്തോടെ, വളരെ ശാന്തതയോടെ ജീവിക്കുക, ആഹാരം കഴിക്കുക, ഉറങ്ങുക, പഠിക്കുക. വേറെ എന്തെങ്കിലും വേണോ കുടുംബത്തിലിരിക്കുന്നവർക്ക്? അല്ലേ? പഠിക്കുന്നതും വളരെ നല്ലതാണ്. ശരിയായിട്ടല്ലേ പഠിക്കുന്നത് നമ്മൾ? അമൃതവേള നിങ്ങൾ ഉറങ്ങാറുണ്ടോ? ചില കുട്ടികൾ ഒരു പക്ഷേ ഇങ്ങനെ പറയുമായിരിക്കും, ഞാൻ മുഴുവൻ രാത്രിയും ഉറക്കമൊഴിഞ്ഞായിരുന്നു, അതിന് രാവിലെ ഞാൻ ഉറങ്ങിപ്പോയി, എനിക്ക് രാവിലെ ഉറക്കം വന്നു എന്ന് ചില കുട്ടികൾ പറയും. അല്ലെങ്കിൽ അവർ ഒരു സേവ ചെയ്യും. ആ സേവ ചെയ്തത് അവർക്ക് പുണ്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അവർ അമൃതവേളയ്ക്ക് ഉറങ്ങിക്കളയും. അമൃതവേള അവർ മിസ് ചെയ്യും. അപ്പോൾ വല്ലതും ശേഖരണം ഉണ്ടായോ? കാരണം ആത്മാവിൽ ശേഖരിക്കുന്നതാണ് ഈ അമൃതവേളയും സ്വയം ഇരുന്ന് മുരളി ക്ലാസ് കേൾക്കലും. അത് സ്വന്തം ഞാൻ എനിക്ക് വേണ്ടി വ്യക്തിപരമായ പുരുഷാർത്ഥം ചെയ്യുന്നതാണ്. അത് ഞാൻ ചെയ്തില്ല എങ്കിൽ പിന്നെ ഞാൻ സേവനം ചെയ്തിട്ട്, അല്ലേ? അപ്പോൾ അവിടെ നഷ്ടമാണോ ലാഭമാണോ എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എക്സ്ട്രാ സമ്പാദിക്കാൻ പറ്റിയില്ല. ഒരിക്കലും നമ്മളുടെ ദിനചര്യ നമ്മളൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഒരു അമൃതവേള മുടങ്ങിയാൽ അതിൻ്റെ അത്രയും ഫലപ്രാപ്തി കുറഞ്ഞില്ലേ, ലാഭം കുറഞ്ഞില്ലേ, നേട്ടം കുറഞ്ഞില്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് സേവനം ചെയ്തു, പക്ഷേ മറുഭാഗത്ത് അമൃതവേള മിസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി ചില ആൾക്കാരുണ്ട് കറക്റ്റായിട്ട് അമൃതവേളയ്ക്ക് എഴുന്നേൽക്കും, പക്ഷേ നേമിനാഥനെ പോലെയാണ്, നിയമം അനുസരിച്ചു, പക്ഷേ പിന്നെ ആ അമൃതവേള മുഴുവനും ഉറക്കം തൂങ്ങിയിരുന്നു. അപ്പോൾ അതും പാടില്ല, അല്ലേ? ഈ TV വളരെ നല്ലതാണ്. അതായത് ഈ അമൃതവേള ചെയ്യുന്നത്, അമൃതവേള സമയത്ത് കുട്ടികൾ യോഗം ചെയ്യുന്ന ഒന്ന് കാണണം എന്നാണ് ബാബ പറയുന്നത്. ഈ യോഗത്തിൻ്റെ ആസനങ്ങൾ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ അനേക പ്രകാരത്തിൽ ഇങ്ങനെ അവരുടെ യോഗാസനങ്ങളുടെ പോസ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാറുണ്ട്. അതുപോലെയാണ് ഇവിടെയും. ഇവിടെ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയും, ഇത് സഹജ യോഗമല്ലേ? അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നല്ല ചാരിയിരുന്ന് അങ്ങനെ ഇരിക്കും. അപ്പോൾ ബാബ പറയാണ്, ശരി, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നോളൂ, സുഖകരമായിട്ട് ഇരുന്നോളൂ. പക്ഷേ യഥാർത്ഥത്തിൽ രാജയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമൃതവേള സമയമാണ് ബ്രാഹ്മണ ജീവിതത്തിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. ആ സമയം നമ്മൾ വളരെ ഫ്രഷായിരിക്കണം. എങ്ങനെയെങ്കിലും നമ്മൾ ആ സമയത്ത് ഉറങ്ങാതെ ബാബയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ബാബയിൽ നിന്നുള്ള പ്രാപ്തികളുടെ അനുഭവം ചെയ്യേണ്ട സമയമാണ്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മായ വരുന്നതും. അത് ശരി തന്നെയാണ്. പക്ഷേ ആ മായയെ നമ്മൾ ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാബ പറയാണ്, കുട്ടികൾ പലരും യോഗം ചെയ്യുന്നതിൻ്റെ ട്യൂണൊക്കെ ബാപ്ദാദയുടെ അടുക്കൽ കേൾക്കാനുണ്ട്. ബാപ്ദാദയുടെ അടുക്കൽ നിങ്ങളുടെ യോഗം ചെയ്യുന്നതിൻ്റെ മ്യൂസിക്കിൻ്റെ കാസറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡബിൾ അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ബാപ്ദാദ കേൾപ്പിക്കാം റിസൾട്ടിൽ എത്ര വ്യത്യാസം വന്നു. ഇപ്പം നിങ്ങൾ ഒരു വർഷം ഇത് അനുസരിക്കണം ബാബ പറയുന്ന ഈ കാര്യങ്ങൾ. എന്നിട്ട് ബാബ അതിൻ്റെ റിസൾട്ട് പിന്നെ പറയാമെന്ന്. എത്ര വലിയ ടീച്ചറിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ഓരോരോ ചെറിയ കാര്യം പോലും, അത് ചെറിയ കാര്യമൊന്നുമല്ല, നമുക്ക് ഇത്രയും വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണ്ടേ. അപ്പോൾ അത്രയും ചെറിയ കാര്യം പോലും നമ്മൾ മനസ്സിലാക്കി ആ മൈനസ് പോയിൻറ്റിനെ മാറ്റി മാറ്റി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം, തിരുത്തണം. അച്ഛാ,
चारों ओर के श्रेष्ठ लक्ष्य और लक्षण धारण करने वाले തീവ്ര പുരുഷാർത്ഥി ആത്മാവുങ്കോ. അതായത് നാനാഭാഗത്തുമുള്ള എങ്ങനെയുള്ള കുട്ടികളാണ്? ശ്രേഷ്ഠ ലക്ഷ്യവും ശ്രേഷ്ഠ ലക്ഷണവും ധാരണ ചെയ്യുന്ന തീവ്ര പുരുഷാർത്ഥികളായ ആത്മാക്കൾക്ക് സദാ അപ്പനെ ബോൾക്കോ സമയ് ഓർ സംയം മെ രഖ്നെ വാലെ പുരുഷോത്തം ആത്മാവുങ്കോ സദാ തൻ്റെ വാക്കുകളിൽ സംയമനവും സമയവും വയ്ക്കുന്ന പുരുഷോത്തമന്മാരായ ആത്മാക്കൾക്ക് സദാ മഹാവീർബൻ മായാക്കെ സർവരൂപോങ്കോ ജാന്നെ വാലെ നോളജ്ഫുൾ ആത്മാവുങ്കോ സദാ മഹാവീരനായി മായയുടെ സർവ്വരൂപങ്ങളെയും തിരിച്ചറിയുന്ന നോളജ്ഫുള്ളായ ആത്മാക്കൾക്ക് സദാ ഓരോ സെക്കൻഡിലും ആനന്ദത്തിലിരിക്കുന്ന വളരെ സന്തോഷമായിരിക്കുന്ന നിശ്ചിന്ത ചക്രവർത്തിമാർക്ക് ബാപ്പ് ദാദാക്ക യാദ് പ്യാർ ഓർ നമസ്തേ. ബാപ്പ് ദാദയ്ക്കും യാദ് പ്യാർ ഓർ നമസ്തേ. അവ്യക്ത ബാപ്പ് ദാദയുടെ ഗ്രൂപ്പിനോടുള്ള പാർട്ടികളോടുള്ള കൂടിക്കാഴ്ച. ഒന്നാമത്തെ പോയിൻ്റ്, സൈലൻസിൻ്റെ ശക്തി നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ. ബാബ ചോദിക്കുകയാണ്, സൈലൻസിൻ്റെ ശക്തി ഒരു സെക്കൻഡിൽ തൻ്റെ സ്വീറ്റ് ഹോമിലേക്ക്, ശാന്തിധാമത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. സയൻസ് വളരെ ഫാസ്റ്റായിട്ടുള്ള, വളരെ സ്പീഡുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങളുടെ യന്ത്രം എത്ര തീവ്ര വേഗതയുള്ളതാണ്! ചിന്തിച്ച ആ സെക്കൻഡിൽ നിങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെയുള്ള യന്ത്രം സയൻസിലുണ്ടോ? ഇത്രയും ദൂരെ വരയ്ക്ക് ഒരു ചിലവും ഇല്ലാണ്ട് എത്തിച്ചേരുക. അങ്ങനെയുള്ള യന്ത്രം സയൻസിൻ്റെ കയ്യിലുണ്ടോ? അവർ ഓരോരോ യന്ത്രം ഉണ്ടാക്കാൻ, ഓരോരോ മെഷീൻ തയ്യാറാക്കാൻ വേണ്ടി അവരെന്തുമാത്രമാണ് ചിലവാക്കുന്നത്? എത്ര സമയം, എത്ര എനർജി ചിലവാക്കുന്നു? നിങ്ങളെന്താണ് ചെയ്തത്? നിങ്ങൾക്കൊരു ചിലവും ഇല്ലാണ്ട് കിട്ടിയില്ലേ സൈലൻസിൻ്റെ ശക്തി? അപ്പോൾ ഈ സങ്കല്പത്തിൻ്റെ ശക്തി ഏറ്റവും വേഗതയുള്ളതാണ്. നിങ്ങൾക്ക് ശുഭസങ്കല്പത്തിൻ്റെ യന്ത്രം കിട്ടി. പിന്നെന്ത് കിട്ടി? ദിവ്യബുദ്ധി കിട്ടി. ബാബ പറഞ്ഞു തരികയാണ്, ശുദ്ധമായ മനസ്സുകൊണ്ടും ദിവ്യബുദ്ധി കൊണ്ടും നമുക്ക് എത്തിച്ചേരാം. അതാണ് സങ്കല്പശക്തി. എപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നോ തിരിച്ച് മടങ്ങി വരാം. എപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നോ അങ്ങോട്ടേക്ക് വീണ്ടും പുറപ്പെട്ട് ചെല്ലാം. ഇപ്പം സയൻസ് യഥാർത്ഥത്തിൽ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ടേ പോകുള്ളൂ, അല്ലേ? യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കതൊന്നും നോക്കണ്ട. ഇന്ന് അവിടെ മേഘമുണ്ട്, ആ മേഘങ്ങൾക്കിടയിലൂടെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നൊന്നും നമുക്കത് നോക്കേണ്ട കാര്യമേ ഇല്ല. ഇന്നത്തെ കാലത്ത് നോക്കൂ, കുറച്ചെങ്കിലും മൂടൽ മഞ്ഞും മേഘമൊക്കെ വന്നാൽ പിന്നെ ഫ്ലൈറ്റിന് പറക്കാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങളുടെ വിമാനം എവർ റെഡിയാണ്. അതോ നിങ്ങളുടെ വിമാനത്തിൻ്റെ മുന്നിൽ എപ്പോഴെങ്കിലും മൂടൽ മഞ്ഞ് വരാറുണ്ടോ? എവർ റെഡിയല്ലേ? ഒരു സെക്കൻഡിൽ നമ്മൾ ചിന്തിച്ചുടനെ പോകാം. അത്ര തീവ്രഗതിയുണ്ടോ? മായ ഒരിക്കലും നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാറില്ലല്ലോ. മാസ്റ്റർ സർവശക്തിമാനെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. എവിടെ ഇതൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്തു വെക്കേണ്ട വാചകങ്ങളാണ്. എവിടെ സർവശക്തികളുണ്ടോ അവിടെ നിങ്ങളെ ആര് തടയും? ഏതെങ്കിലും ഒരു ശക്തിയുടെ കുറവുണ്ടെങ്കിൽ സമയത്ത് ചതിയിൽ പെടും. ഏതെങ്കിലും ഒരു ശക്തിയുടെ കുറവുണ്ടെങ്കിൽ സമയത്ത് ചതിയിൽ പെടും. ബാബ പറയാണ്, ഇപ്പം നിങ്ങളിൽ സഹനശക്തി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. പക്ഷേ തീരുമാനം എടുക്കാനുള്ള ശക്തി കുറച്ച് ബലഹീനമാണ് എന്ന് വിചാരിക്കൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിസ്ഥിതി വരും. ആ പരിസ്ഥിതി വരുമ്പോൾ അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് തീരുമാനം എടുക്കണം. ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ഡിസിഷൻ എടുക്കണം. പക്ഷേ ആ സമയത്ത് ആ തീരുമാനം എടുക്കാൻ സാധിക്കാതെ പോയാൽ ഗംഭീരമായ നഷ്ടം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ചില സമയം അങ്ങനത്തെ ആയിരിക്കും. അവിടെ തീരുമാനം എടുക്കണം, യെസ് ഓർ നോ തീരുമാനം എടുക്കണം. പക്ഷേ ആ കറക്റ്റ് തീരുമാനം എടുത്താൽ അതിൻ്റെ പരിണത ഫലം എത്ര വലുതായിരിക്കും. അതുകൊണ്ട് എല്ലാ ശക്തികളും എന്നിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യൂ. അങ്ങനെയല്ല, ശരി തന്നെയാണ്, എല്ലാ ശക്തിയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ യോഗമൊക്കെ ഡെയിലി ചെയ്യുന്നുണ്ട്, എന്നാൽ ഈ യോഗത്തിലൂടെ എല്ലാ പ്രാപ്തികളും ഉണ്ടോ അതും കൂടെ നോക്കണം.
എല്ലാ പ്രാപ്തികളും ഉണ്ടോ? ഞാൻ യോഗം ചെയ്തു. യോഗം ചെയ്താൽ ആ സർവ്വശക്തി എന്നിൽ ഉണ്ടായിരിക്കണമല്ലോ, അത് തക്ക സമയത്ത് ഉപയോഗപ്പെടണമല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യത്തിൽ തന്നെ സന്തോഷിക്കുകയാണോ? ബാബ തന്നെ എൻ്റെ സ്വന്തമായില്ലേ, ഇനി എന്ത് വേണം? അപ്പോൾ ബാബ എൻ്റെ സ്വന്തമാണ്, പക്ഷേ ബാബയുടെ പ്രോപ്പർട്ടിയും കൂടെ എൻ്റെ സ്വന്തമല്ലേ, ബാബയുടെ സ്വത്തും കൂടെ എൻ്റെ സ്വന്തമല്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബാബയെ പ്രാപ്തമാക്കിയാൽ മാത്രം മതിയോ? അതുകൊണ്ട് തൃപ്തിപ്പെടാമോ? അപ്പം സമ്പത്തിൻ്റെ അധികാരിയാവണ്ടേ? ബാബയുടെ പ്രോപ്പർട്ടി ആണ് സർവശക്തികൾ. അതുകൊണ്ട് ബാബയുടെ മഹിമയാണ് സർവശക്തിമാൻ, ഓൾമൈറ്റി അതോറിറ്റി. സർവശക്തികളുടെ സ്റ്റോക്ക് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ? സർവശക്തികളുടെ സ്റ്റോക്ക് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ? അതോ ഇത്രയും മതി, ബാബ സമ്പാദിച്ചു, ദാ കഴിച്ചു തീർത്തു, മതി, ബാബ് ദാദാ കേൾപ്പിച്ചിട്ടുണ്ട്, ഇനി മുന്നോട്ട് പോകുമ്പം നിങ്ങൾ മാസ്റ്റർ സർവശക്തിമാൻ്റെ മുന്നിൽ മറ്റുള്ള എല്ലാവരും, എല്ലാ ആത്മാക്കളും ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വരും. ഇത് ബാബ കേൾപ്പിച്ചിട്ടുണ്ട്. പൈസയുടെ ഭിക്ഷക്കാരല്ല, അരി വാങ്ങിക്കാനുള്ള ഭിക്ഷക്കാരല്ല, എന്നാൽ ശക്തികളുടെ ഭിക്ഷക്കാരാണ് വരിക, ശാന്തിയുടെ ഭിക്ഷക്കാരാണ് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. ദാനം കൊടുക്കാൻ ആർക്കേ സാധിക്കൂ? ആരുടെ അടുക്കലാണോ തനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലുള്ളത്. അപ്പം നിങ്ങളുടെ അടുക്കൽ എത്രത്തോളം ഉണ്ടോ അത്രയല്ലേ ദാനം കൊടുക്കാൻ പറ്റൂ. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലോ, നിങ്ങൾക്ക് വേണ്ടി മാത്രമേ സമ്പാദിച്ചു വെച്ചിട്ടുള്ളൂ എങ്കിലോ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കും ദാനം? അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമ്പാദിച്ച് വെക്കണം. സംഗമത്തിൽ നിങ്ങൾക്ക് വേറെ എന്താ പണി? സമ്പാദിക്കലല്ലേ ഉള്ളൂ അല്ലേ? സമ്പാദിക്കുക, ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പണി. മുഴുവൻ കൽപ്പത്തിലും വേറെ ഒരു യുഗത്തിലും നിങ്ങൾക്കിത് സമ്പാദിക്കാൻ പറ്റില്ല. പരമാത്മ സ്വത്ത് സമ്പാദിക്കാൻ പറ്റില്ല. ഇത് എപ്പോഴും ഓർമ്മ വേണം. മറ്റൊരു യുഗത്തിലും ഒരു ജന്മത്തിലും സമ്പാദിക്കാൻ പറ്റില്ല. ഈ ഒരു ജന്മത്തിലേ സമ്പാദിക്കാൻ പറ്റൂ അല്ലേ? അപ്പം അതുകൊണ്ട് പിന്നീട് നമ്മളെല്ലാം ചിലവാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ശേഖരണം ഉണ്ടാവില്ല, സമ്പാദ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ശേഖരിക്കേണ്ട സമയത്ത് ശേഖരിച്ചില്ല എങ്കിൽ, സമ്പാദിക്കേണ്ട സമയത്ത് സമ്പാദിച്ചില്ല എങ്കിൽ അന്തിമത്തിൽ എന്ത് പറയേണ്ടി വരും അല്ലേ? ഇപ്പോഴില്ല എങ്കിൽ ഇനി ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടു ലേറ്റ് എന്നുള്ള ബോർഡ് ബാബ വയ്ക്കും. ഇപ്പോൾ ലേറ്റ് എന്നുള്ള ബോർഡാണ് വെച്ചിട്ടുള്ളത്, ടു ലേറ്റ് എന്നുള്ള ബോർഡ് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാ മാതാക്കളും എത്രത്തോളം സമ്പാദിച്ചു? അത്രയും സമ്പാദിച്ചോ? നിങ്ങൾ ശിവശക്തികളാണോ അതോ വീട്ടിലെ മാത്രം മാതാക്കളാണോ? ശിവശക്തി എന്ന് പറയുമ്പോൾ തന്നെ ശക്തികൾ ഓർമ്മ വരികയാണ്. ഏത് മാതാക്കളെയാണ് ബാബ ശിവശക്തികളാക്കി മാറ്റിയത് അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ മുഖം, നിങ്ങളുടെ രൂപം ആരെങ്കിലും വന്ന് കണ്ടാൽ എന്തു പറയും? എന്തു പറയും? ഇങ്ങനെയുണ്ടോ ശക്തികൾ? എന്തൊരു ശക്തിശാലികളാണ് അല്ലേ? ബാബ ബാക്കിയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. പക്ഷെ ബാബ വന്ന് നോക്കിയപ്പോൾ ബാബയ്ക്ക് മനസ്സിലായി ഈ കുട്ടികൾ എൻ്റെ ശക്തിശാലി മാതാക്കളാണ് എന്ന് ബാബയ്ക്ക് മനസ്സിലായി. ബാബ ആത്മാവിനെയാണ് കാണുന്നത്. ബാബ ഒരിക്കലും ഇവർക്ക് വയസ്സായെന്നോ ഇവർ ചെറുപ്പമാണെന്നോ ഇവർ ശിശുവാണെന്നോ ഒന്നും ബാബ നോക്കാറില്ല. ബാബ ആത്മാവിനെ നോക്കുള്ളൂ. ആത്മാവ് വയസ്സാവേ, ആത്മാവ് ചെറുതാവേ ഒന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് വളരെ സന്തോഷമില്ല. അപ്പോൾ ബാബയുടെ മുന്നിൽ വയസ്സായ മാതാക്കളാണ് ഇരുന്നത്. അപ്പോൾ ബാബ പറയും, നിങ്ങൾക്ക് വളരെ സന്തോഷമില്ലേ, എന്നെ ബാബ ശിവശക്തിയാക്കി മാറ്റി. ഈ ലോകത്തിൽ എത്രയോ വിദ്യാഭ്യാസമുള്ള അമ്മമാരുണ്ട് അല്ലേ? പക്ഷെ ബാബയ്ക്ക് വളരെ ഗ്രാമീണരായ അമ്മമാരെയല്ലേ ഇഷ്ടപ്പെട്ടത്. അതെന്തുകൊണ്ടാണ് ബാബയ്ക്ക് ഇഷ്ടപ്പെട്ടത്? കാരണം സത്യമായ ഹൃദയത്തിൽ സാഹബ് തൃപ്തനായിരിക്കും. അപ്പോൾ ബാബയ്ക്ക് സത്യമായ ഹൃദയം വളരെ ഇഷ്ടമാണ്. സത്യമായ ഹൃദയം വളരെ ഇഷ്ടമാണ് ബാബയ്ക്ക്. ഒരിക്കലും ബാബ എന്തുകൊണ്ടാണ് ഈ സത്യമായ ഹൃദയമുള്ളവരെയും നിഷ്കളങ്കരെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ, ബാബ പറയുന്നത് നിഷ്കളങ്കരായ കുട്ടികൾക്ക് ഈ കള്ളവും കാപഠ്യവും അറിഞ്ഞുകൂടായിരിക്കും. ചില ആൾക്കാരുണ്ട് ഭയങ്കര തന്ത്രശാലികളും വളരെ കള്ളത്തരമുള്ളവരുമായിരിക്കും. അപ്പം അവരാണ് ഇങ്ങനത്തെ കുറേ കള്ളത്തരമൊക്കെ കാണിക്കുക. പക്ഷേ നിഷ്കളങ്ക ഹൃദയമുള്ളവർ ഈ ലോകത്തിൻ്റെ കള്ളത്തരങ്ങളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും അവർ അതിൽ നിന്നും വേറെ മാറിയിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ബാബയ്ക്ക് ഏറ്റവും ഇഷ്ടം. ബാബയ്ക്ക് ഏറ്റവും ഇഷ്ടം. ബാബ സത്യമായ ഹൃദയമാണ് കാണുന്നത്. ബാക്കി പഠിത്തം, രൂപം, ഗ്രാമം, പൈസ
ഇതൊന്നും ബാബ നോക്കാറേയില്ല. ബാബയ്ക്ക് വേണ്ടത് സത്യമായ ഹൃദയമാണ്. അതുകൊണ്ട് ബാബയുടെ പേരെന്താ? ഹൃദയേശ്വരൻ, ദിൽവാല എന്നാണ് ബാബയുടെ പേര്. ബാബ ഹൃദയത്തെയാണ് നോക്കുന്നത്, ബാബ ഹൃദയത്തെയാണ് കവർന്നെടുക്കുന്നത്. ബാബക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹൃദയപൂർവ്വമാണ്. അതുകൊണ്ട് ബാബ ആരാണ്? ഹൃദയേശ്വരൻ. അച്ഛാ, ഇന്ന് ബാബ തരുന്ന വരദാനം, ദൃഢനിശ്ചയത്തിലൂടെ ഫസ്റ്റ് ഡിവിഷൻ്റെ ഭാഗ്യം നിശ്ചിതപ്പെടുത്തുന്ന മാസ്റ്റർ നോളജ്ഫുൾ ഭവ. ദൃഢനിശ്ചയത്തിലൂടെ ഫസ്റ്റ് ഡിവിഷൻ്റെ ഭാഗ്യം നിശ്ചിതപ്പെടുത്തുന്ന മാസ്റ്റർ നോളജ്ഫുൾ ഭവ. ദൃഢനിശ്ചയം ഭാഗ്യത്തെ നിശ്ചിതപ്പെടുത്തും. നമ്മൾ പറയില്ലേ, ഒരു വലിയ തീരുമാനം അങ്ങ് എടുക്കുക, ഒരു വലിയ കാര്യം അങ്ങ്, വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുക. ബാബയുടെ വളരെ വലിയ വലിയ സേവനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഭാഗ്യത്തെ നിശ്ചിതപ്പെടുത്തലാണ്. ബ്രഹ്മബാബ ഫസ്റ്റ് നമ്പറിൽ നിശ്ചിതമായി. അതേപോലെ നമ്മൾ ഓരോരുത്തരും ഫസ്റ്റ് ഡിവിഷനിൽ വരണം. ഈ ദൃഢനിശ്ചയം വെക്കണം. ഡ്രാമയിൽ ഓരോ കുട്ടിക്കും ഗോൾഡൻ ചാൻസ് ഉണ്ട്, ഒരു സുവർണ അവസരമുണ്ട്. പക്ഷേ ഏതിൽ മാത്രം ശ്രദ്ധിക്കണം? അഭ്യാസത്തിൽ ശ്രദ്ധിക്കണം. എങ്കിൽ മുന്നിൽ നമ്പർ എടുക്കാൻ പറ്റും. അതിനാൽ മാസ്റ്റർ നോളജ്ഫുള്ളായി ഓരോ കർമ്മവും ചെയ്ത് മുന്നോട്ട് പോകണം. ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ അനുഭവത്തെ കൂട്ടണം, വർദ്ധിപ്പിക്കണം. എങ്കിൽ എല്ലാ കാര്യങ്ങളും സഹജമായിട്ട് നടക്കും. ആരുടെ കൂടെയാണോ സ്വയം സർവശക്തിമാനായ ബാബയുള്ളത്, അവരുടെ മുന്നിൽ മായ പേപ്പർ ടൈഗറാണ്, കടലാസ് പുലിയാണ്. അപ്പോൾ ബാബ നമ്മളെ മാസ്റ്റർ നോളജ്ഫുൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സോമാനം അതാണ്, മാസ്റ്റർ നോളജ്ഫുൾ ആത്മാ. സ്ലോഗൻ, സ്വയം കോ ഹീറോ പാട്ടുദാരി സമജ് ബേഹദ് നാടക് മേ ഹീറോ പാട്ട് ബജാത്തെ രഹോ. സ്വയം ഞാൻ ഹീറോ പാട്ടുദാരിയാണ് എന്ന് മനസ്സിലാക്കി പരിധിയില്ലാത്ത നാടകത്തിൽ ഹീറോ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഹീറോ പാർട്ട് എന്ന് പറയുമ്പോഴേ അതിസുപ്രധാനമായ റോളാണ്. ഹീറോ ഒരിക്കലും തെറ്റൊന്നും ചെയ്യില്ല. ഹീറോ എപ്പോഴും ധർമ്മത്തിൻ്റെ പക്ഷത്തായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഹീറോ പാട്ടുദാരിയാണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് ഹീറോ പാട്ട് അഭിനയിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രമല്ല, ബാബ ഒരു വർഷം മുഴുവനാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരാഴ്ച മുഴുവനും വാക്കുകളുടെ മേലെ ശ്രദ്ധിക്കാം. വാക്കുകൾ മനസ്സിനെ പോലും പ്രഭാവം ചെലുത്തുന്നതാണ്. സാധാരണഗതിയിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ സങ്കല്പം വാക്കുകളെ പ്രഭാവം ചെലുത്തുന്നു എന്നാണ്. പക്ഷെ ഒരുപാട് ഓവറായിട്ട് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ മനസ്സിനെ മാറ്റിയെടുത്ത് കളയും. അപ്പം അതുകൊണ്ട് വാക്കുകളുടെ മേലെ ശ്രദ്ധിക്കാം. ഏതൊക്കെ തരത്തിലുള്ള വാക്കുകളാണ് ഇല്ലാതാക്കേണ്ടത്, ഏതെല്ലാം തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, ഇക്കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. പല പ്രാവശ്യം മുരളി കേൾക്കാം, വായിക്കാം, പഠിക്കാം, ജീവിതത്തിൽ ധാരണ ചെയ്യാം. ഓം ശാന്തി.